പോലീസ് കമ്മീഷണർ ആരുടെയോ നിർദ്ദേശം, അത് എം.ആർ. അജിത് കുമാറാണെന്ന് പറയാൻ എനിക്കാവില്ല. ആവാം എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്നത്. കാരണം കമ്മീഷണർ ഇത് ചെയ്യുന്നു, എല്ലാ റോഡും ബന്ദ് ചെയ്യുന്നു, ആർക്കും എം.ആർ. അജിത് കുമാർ ആണ് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. എം.ആർ. അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു, അന്ന് തടയുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന്. അത് മാത്രമല്ല, ഒരു അന്വേഷണം നടത്തി, അന്വേഷണ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുമില്ല. അത് വന്നില്ല, 4.5 മാസമായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ആർക്കോട്ട് പ്രവേശനം ഇല്ല. ആ പ്രവേശനം ഇല്ലാത്ത സ്ഥലത്ത് സേവാഭാരതിന്റെ ആംബുലൻസിൽ ബി.ജെ.പിന്റെ നേതാക്കന്മാർ വന്നിറങ്ങുന്നു. അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? ജനപ്രതിനിധിയാണോ? ഒന്നുമല്ല. എല്ലാ ബാരിക്കേഡുകളും മാറ്റിക്കൊടുക്കുന്നു. അവരേക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം പോലീസ് അകമ്പടിയിൽ പോകുന്നു. സ്റ്റേറ്റ് ബാങ്കിലെ ഖജനാവ് പോകുന്ന രീതിയിലാണ് പോയത്. ഇതൊക്കെ എല്ലാവരും കണ്ടതല്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഞങ്ങൾ പറയുന്നത് അൻവർ പറഞ്ഞതൊക്കെ സത്യം. പക്ഷെ ഇത് എത്രയോ കാലമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങൾ പറയുമ്പോൾ അതിന് തീരെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല, ഒരു ഗൗരവകരമായി ചർച്ച ആക്കുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ. 1ഉം 2ഉം കാര്യങ്ങളല്ല. മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് കൂട്ടാനായി ഇയാൾ നടത്തിയ പരിശ്രമം അവസാനം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിക്ക് പറയേണ്ടി വന്നത്. അതാ നമ്മൾ മനസ്സിലാക്കി. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തില് എനിക്കൊന്ന് ഇടപെടേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് ഇഷ്ടമുള്ള ആളല്ലെങ്കിൽ പോലും പറയാതിരിക്കട്ടെ. ഞാൻ അൻവർക്ക് പറഞ്ഞ മുഴുവൻ കാര്യം, അൻവർ MLA പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങ് ശരിവെക്കുന്നു എന്ന് പറഞ്ഞു. ഒരാൾ ഒരു വിഷയത്തിൽ പറയുന്ന വിഷയവും അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോൺട്ര ചെയ്തുകൊണ്ടാണോ അയാൾ ആ പറയുന്ന വിഷയത്തെ നമ്മൾ ബഹുമാനിക്കുകയും അല്ലാതിക്കുകയും ചെയ്തത്? 2, ഈ സോളാർ വിഷയത്തിൽ ഈ എം.ആർ. അജിത് കുമാറാണ് KC വേണുഗോപാലുമായി ഇടനില നിന്ന് ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ആ വിഷയത്തിലെ പരാതിക്കാരെ ഇടപെട്ടതെന്ന് അൻവർ പറഞ്ഞു. അത് താങ്കൾ ശരിവെക്കുന്നു. താങ്കളിപ്പം അൻവർ പറഞ്ഞ എല്ലാ വിഷയവും ശരിവെക്കല്ലേ? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആ വിഷയത്തിൽ പ്രതിയായിരുന്നെന്നും ആ സോളാർ വിഷയത്തിൽ ഈ KC വേണുഗോപാൽ ഈ എം.ആർ. അജിത് കുമാറിനെ കൊണ്ട് അതിന്റെ പരാതിക്കാരിയെ സ്വാധീനിപ്പിച്ചു എന്നും ഈ അൻവർ ഇതേ പത്രസമ്മേളനത്തിൽ അത് ശരിവെക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ശരി ഷാഫി, എല്ലാം ശരിവെക്കുകയാണെങ്കിൽ ശരിവെച്ചല്ലോ. ഇത് എല്ലാം ശരിവെക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പറയുമ്പോ എല്ലാം പറയണോ? പൂരം എവിടെ നിൽക്കുന്നു? പൂരത്തിന്റെ കാര്യം സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുന്നേ. സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ മറ്റേ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം വേണം. അല്ലാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശരി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ KC വേണുഗോപാല് സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്യണം. ശരി അങ്ങനെ താങ്കൾ പറയുന്ന മാത്രം കേട്ടോണ്ട് പോകാന് ഞാൻ താങ്കളുടെ ശമ്പളക്കാരനല്ലല്ലോ. താങ്കൾ പറഞ്ഞതിന് മാന്യമായ മറുപടിയല്ല ഞാൻ പറഞ്ഞത്. ഇതേ പത്രസമ്മേളനത്തിൽ ഞാൻ ചർച്ചയ്ക്കില്ല. ഷാഫി പറയൂ, ഷാഫി പറയൂ, ഷാഫി പറയട്ടെ, ഷാഫി അതിന് മറുപടി പറയൂ. ഈ ചർച്ച നിയന്ത്രിക്കാൻ പറ്റൂലെങ്കിൽ എഴുന്നേറ്റ് പോകണം. അങ്ങനെയല്ല ഷാഫി, അതിന് മറുപടി പറയൂ. അദ്ദേഹം ചോദ്യം ചോദിച്ചാലേ മറുപടി പറയൂ. അല്ലല്ല, അവസരമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഷോൺ മിണ്ടില്ല. ഷാഫി മറുപടി പറയൂ. ഷാഫി മറുപടി പറയൂ. ഷോൺ നിർത്തൂ. ഷാഫി മറുപടി പറയട്ടെ. എനിക്ക് തന്ന അവസരത്തിൽ ഒരു മിനിറ്റ്, എനിക്ക് തന്ന അവസരമാണ്. എന്റെ അവസരം കഴിഞ്ഞിട്ടില്ല. ഷോൺ നിർത്തൂ. ഷാഫി പറയട്ടെ. അല്ലേ, ഷോണിന്റെ ചോദ്യം മനസ്സിലായി. ഷാഫി പറയട്ടെ. എനിക്ക് തന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണ ആരും എന്റെ അവസരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഞാൻ അത് ചെയ്തില്ല. ഞാനൊരു മാന്യത കാണിച്ചു. ശരി, ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടപെടാൻ ഞാൻ അവസരം കൊടുക്കുന്നു. അവസരം കൊടുത്ത അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അയാൾ കിടന്ന് കുറച്ച് ചാടും. തെറ്റാണോ നാട്ടിലെ? മറുപടി പറയട്ടെ. ഷാഫി പറയട്ടെ. എനിക്കൊന്നും ചെയ്യാനില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഷാഫി പറയട്ടെ. അച്ഛന്റെ സ്വഭാവം തന്നെ ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് കുറച്ചിട്ട് പോകാൻ വേണ്ടിയല്ല, നിങ്ങൾ കുറയ്ക്കുന്ന കേൾക്കാനും വേണ്ടി മാത്രമല്ല ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ അച്ഛനായിട്ട് പോലും ഡിബേറ്റിൽ ഞങ്ങൾ ഇരുന്നാണ്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു ജനപ്രതിയാണ്.
മര്യാദ പോയി പഠിക്കാം. അല്ലല്ല ഷാഫി, ഷാഫിന് മറുപടി പറയൂ, സമയം കളയാതെ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. എത്ര അച്ഛനെ പോലെയാണ്, അച്ഛനെ പോലെ തന്നെയാണോ? എനിക്കാണ് സംശയം. തന്തയ്ക്ക് പറയണോ? മനസ്സിലായില്ലേ? ഒറ്റ തന്തയ്ക്ക് പറയണോ? എന്റെ കുഴപ്പമില്ല. ശരി, ഷോൺ നിർത്തൂ, ഷോൺ നിർത്തൂ. അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായ കേരളത്തിൽ. ഒരു കുഴപ്പമില്ല. അല്ലല്ല, ചർച്ച വഴിതെറ്റി പോവുകയാണ്. അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോകണ്ട, ചർച്ച വഴിതെറ്റി പോകുന്നു. ഷാഫി മറുപടി പറയൂ. മറുപടി ഷോൺ നിർത്തൂ, ഷാഫി മറുപടി പറയുന്നു. ഞാൻ ആദ്യ പത്രസമ്മേളനത്തിൽ അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാനിവിടെ പരാമർശിച്ചത്. രണ്ടാമതാണ് വി.ഡി. സതീശൻ കേസ് കൊണ്ടുവരുന്നത്. എന്നാൽ വി.ഡി. സതീശനും അജിത് കുമാറും തമ്മിൽ ബന്ധമുണ്ട്, അടുപ്പമുണ്ട് എന്ന് ഒരു ഭാഗത്ത് ഇയാൾ പറയുമ്പോൾ, അജിത് കുമാറിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശൻ തന്നെയാണ് രംഗത്ത് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അത് സെക്കൻഡറിയാണ് ആ ആരോപണം വന്നത്. ആദ്യത്തെ ആരോപണം ഇതൊന്നുമല്ല. എം.ആർ. അജിത് കുമാറിനെതിരെ ഈ കേസ് കൊണ്ടുവന്നിട്ടില്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ താന് ഇതാണ് ഇദ്ദേഹത്തിന്റെ കേസിയുടെ കാര്യത്തിൽ മറുപടി പറഞ്ഞു. അല്ലല്ല, കേസിയുടെ കാര്യത്തിലാണ് എന്താ പറയാ, ഇത് പിന്നെ എന്തൊരു കഷ്ടമാണിത്. ചർച്ചയിലൊക്കെ വന്നിട്ട് അല്ല ഈ ചർച്ച ഒരു അവതാരകന് ഒരു നിയന്ത്രണം അങ്ങനെയൊന്നും പറയാൻ ഇടയ്ക്ക് ഒരു ചോദ്യം വരും. ഷാഫി പറയൂ. സംസാരിക്കുക ആദ്യം നിന്ന് പറയിപ്പിക്കണം എന്നെ കൊണ്ട്. ആദ്യം അച്ഛനും മോനും പോയി ഗാന്ധാസ്പത്രിയിൽ അഡ്മിറ്റ് ആകും. എന്നിട്ട് അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കയറ്റിയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഷുഗർ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത് ആരെങ്കിലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ മഞ്ജുഷൊക്കെ വിളിക്കുമ്പോൾ ഒരു റെസ്പെക്ട് തരുന്നു വെച്ചത് ഏതെങ്കിലും എന്താ പറയാ ഇവരെ കൊണ്ട് മറുപടി പറയാം സാർ. നിങ്ങൾ അവസരം ഉപയോഗിക്കുക. ഒരു മനുഷ്യന് ഒരു ചർച്ചയിൽ ഒരു കാര്യം ഇവരാരും മാതിരിയല്ല. ഞാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും ശല്യപ്പെടുത്തൽ ഉണ്ടായാൽ ഉദ്ദേശിച്ച രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഉടനീളം തടസ്സപ്പെടുത്തൽ വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിഷയത്തിൽ പറയാം, ഞങ്ങൾ കുറെ കാലമായി ഉയർത്തിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അൻവർ ഉയർത്തിയത്. അപ്പൊ അൻവർ ആര് എന്നതിനപ്പുറം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇന്നും ഇന്നലെയല്ല, ഭരണകക്ഷിയുടെ MLA ആയതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിപ്പോ മുഖ്യമന്ത്രിയെ അദ്ദേഹം പോയി കാണുന്നു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നൊക്കെയാണ് അൻവർ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിയും കൊടുത്തിട്ടില്ല.